സ്വർഗ അനുരാഗികളായ സ്ത്രീകളെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് പല സ്വർഗ അനുരാഗികളായ പുരുഷന്മാരും അവരുടെ യഥാർത്ഥ ലൈംഗിക താല്പര്യം പുറത്തു പറയാൻ ധൈര്യം കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് പല സ്വർഗ അനുരാഗികളായ പുരുഷന്മാരും അവരുടെ യഥാർത്ഥ ലൈംഗിക താല്പര്യം മറച്ചു വെച്ചുകൊണ്ട് ഒരു കല്യാണം കഴിക്കാൻ നിർബന്ധിതരാകുന്നത്? LGBT+ എന്ന് ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വിവേചനങ്ങൾ നേരിടുന്ന ഒരു സമൂഹമാണ്. പക്ഷേ ഈ ഒരു വിവേചനം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഒരു കൂട്ടായ്മയിലെ എല്ലാ വിഭാഗങ്ങളും നേരിടുന്ന വിവേചനം ഒരുപോലെയല്ല. ചില വിഭാഗങ്ങൾ ഈ ഒരു കൂട്ടായ്മയ്ക്കുള്ളിൽ തന്നെ വേർതിരിവുകൾ നേരിടുന്നവരാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് സൈക്കോ തെറാപ്പിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും 4 പുസ്തകത്തിൻ്റെ രചയിതാവുമായ ഡോക്ടർ ജോ കോർട്ടാണ്. ഡോക്ടർ ജോ അമേരിക്കയിലെ മിഷിഗണിൽ സ്ഥിതി ചെയ്യുന്ന ദ സെൻറ്റർ ഫോർ റിലേഷൻഷിപ്പ് ആൻഡ് സെക്ഷൽ ഹെൽത്തിൻ്റെ സ്ഥാപകനും ക്ലിനിക്കൽ ഡയറക്ടറും കഴിഞ്ഞ 36 വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷ് വേർഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആയതുകൊണ്ടോ MBBSും MDയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം. വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ട് പോലും വളരെയധികം അവഗണനകൾക്കും കളിയാക്കലുകൾക്കുമൊക്കെ വിധേയമാകപ്പെടുന്ന ഒരു വിഭാഗമാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ. പക്ഷേ ഈ ഒരു വിവേചനത്തിൽ ഉള്ളിൽ പോലും ഒരു വിവേചനമുണ്ട് എന്നുള്ള വസ്തുത എത്ര പേർക്കറിയാം? ഉദാഹരണത്തിന് നമ്മളുടെ സമൂഹം സ്വർഗാനുരാഗികളായ സ്ത്രീകളെ കാണുന്നതും സ്വർഗാനുരാഗികളായ പുരുഷന്മാരെ കാണുന്നതും രണ്ടും രണ്ട് രീതിയിലാണ്. ഒരു സ്ത്രീ താൻ ലെസ്ബിയൻ ആണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമല്ല പലപ്പോഴും ഒരു പുരുഷൻ താൻ ഗേ ആണ് അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. ഈ ഒരു വ്യത്യാസത്തിൻ്റെ കാരണം ഈ രണ്ട് ലൈംഗിക ആഭിമുഖ്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നതിൻ്റെ ഒരു വ്യത്യാസം തന്നെയാണ്. ഒരു സ്വർഗാനുരാഗിയായ പുരുഷൻ താൻ ഗേ ആണെന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ അവനെ സമൂഹം മുദ്ര കുത്തുന്നത് ഒരു കുണ്ടനായിട്ടാണ്. എന്നാൽ ഒരു സ്വർഗാനുരാഗിയായ സ്ത്രീയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപ പദം അവർക്കില്ല. ഈ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പുരുഷന്മാരും അവരുടെ യഥാർത്ഥ ലൈംഗിക ആഭിമുഖ്യം മറച്ചു വെക്കാനാണ് ശ്രമിക്കാറ്. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരിക്കൽ പോലും ഒരു സ്വർഗാനുരാഗ ചിന്ത ഉണ്ടായി എന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുൻപിൽ അവൻ്റെ പൗരുഷം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുക. ഈ ഒരു പ്രതിസന്ധി സ്ത്രീകൾ നേരിടുന്നില്ല. കാരണം ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിൽ പലപ്പോഴും പരസ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുകയും അവഹേളനങ്ങൾക്ക് വിധേയമാകപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പുരുഷൻ്റെ ലൈംഗിക ആഭിമുഖ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സിനിമകളിൽ പോലും കളിയാക്കലുകൾക്ക് ഏറ്റവും അധികം വിധേയമാകുന്നത് സ്വർഗാനുരാഗികളായ പുരുഷന്മാരാകുന്നത്. നമ്മളുടെ സമൂഹത്തിൽ പുരുഷന്മാരെയാണ് നമ്മൾ പെൺകോന്തന്മാരെന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. സ്ത്രീകളെ ആരും ആൺകോന്തന്മാരെന്ന് പറയാറില്ല എന്ന് പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ഈ ഒരു വേർതിരിവിന് പോണോഗ്രഫിക്കും ഒരു പങ്കുണ്ട്. പല പുരുഷന്മാരുടെയും രതിസ്വപ്നമാണ് ഈ ത്രീസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയോ പങ്കാളിയോ ഒക്കെ വേറൊരു സ്ത്രീയോട് ലൈംഗിക താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു ചിന്ത ത്രീസമിൻ്റെ സാധ്യതയെ പറ്റിയാണ്. അപ്പം സമൂഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ മൊത്തത്തിൽ വിവേചനം നേരിടുന്നവരാണ് എന്ന് പറയുമ്പോൾ പോലും ആ ഒരു വിവേചനത്തിനുള്ളിൽ ഓരോ വിഭാഗവും നേരിടുന്ന വേർതിരിവുകൾ വ്യത്യസ്തമാണ്. ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കൂട്ടായ്മയായ LGBT+ലെ മൂന്നാമത്തെ വിഭാഗമാണ് ബൈസെക്ഷൽസ്. നാലാമത്തേത് ട്രാൻസ്ജെൻഡേഴ്സാണ്. അത് കൂടാതെയും വേറെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളുണ്ട്. അവയും കൂടെ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്ലസ് ഇട്ടേക്കുന്നത്. ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽ വെച്ച് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട വിഭാഗം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈസെക്ഷൽസ് ആണ് എന്ന് പറയേണ്ടി വരും. ആരാണ് ഈ ബൈസെക്ഷൽസ്? പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുപോലെ ലൈംഗിക ആകർഷണം തോന്നുന്നവരാണ് ബൈസെക്ഷൽസ് എന്നാണ്. എന്നാൽ ഇത് ശരിയായ ഒരു നിർവചനമല്ല. കാരണം ബൈസെക്ഷൽ എന്ന് വിളിക്കുന്ന വ്യക്തിക്ക് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ തോന്നുന്ന ഒരു ലൈംഗിക ആകർഷണം പോലെ തന്നെ LGBT+ലെ മറ്റ് വിഭാഗങ്ങളോടും, അതായത് ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗങ്ങളോടും ഒരു ലൈംഗിക ആകർഷണം തോന്നിയേക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്ത്രീകളോടോ പുരുഷന്മാരോടോ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളോടോ ഒക്കെ തോന്നുന്ന ഒരു ലൈംഗിക താല്പര്യം തുല്യമല്ല എന്നുള്ള വസ്തുതയാണ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ബൈസെക്ഷലുകളുടെ ലൈംഗിക ആകർഷണം 50% സ്ത്രീകളോടും ബാക്കി 50% പുരുഷന്മാരോടും ഒക്കെയാണ് എന്നാണ്. എന്നാൽ ഇവിടെ ഒരു നിശ്ചിത ശരാശരി പറയുവാൻ സാധ്യമല്ല.
കാരണം എല്ലാ ബൈസെക്ഷലുകളും അവരുടെ ലൈംഗിക താല്പര്യ രീതിയിൽ വ്യത്യാസമുള്ളവരാണ്. ചില ബൈസെക്ഷലുകളായ പുരുഷന്മാർക്ക് സെക്സിൽ താല്പര്യം തോന്നുന്നത് സ്ത്രീകളോട് മാത്രമായിരിക്കും, എന്നാൽ അവർക്ക് പ്രണയം തോന്നുന്നത് പുരുഷന്മാരോടുമായിരിക്കും. ഇത് നേരെ മറിച്ചും സംഭവിക്കാം. അത് ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ലൈംഗിക വ്യതിയാനം ഉള്ളതുകൊണ്ട് തന്നെ LGBT+ കൂട്ടായ്മയ്ക്കുള്ളിൽ പോലും ബൈസെക്ഷലുകൾക്കെതിരെയുള്ള അവഹേളനവും വേർതിരിവുകളും ഒക്കെ വളരെ ശക്തമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ലൈംഗികതയുടെ കാര്യം വരുമ്പോൾ അത് സ്വന്തം അനുഭവം അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അനുഭവിക്കുന്ന ഒരു വേദനയും തീവ്രതയും വ്യാപ്തിയും ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അത് സ്വന്തം കൂട്ടായ്മയുടെ ഭാഗമായ ഒരു ലൈംഗിക ന്യൂനപക്ഷം ആയാൽ പോലും. പല ഗെയ്സും ലെസ്ബിയൻസും ഒക്കെ ബൈസെക്ഷലുകൾക്ക് നേരെ തിരിയുന്നത് അതുകൊണ്ടാണ്. കാരണം അവരെ സംബന്ധിച്ച് ഈ ബൈസെക്ഷലുകൾ എന്ന് പറയുന്നവർ രണ്ട് വള്ളത്തിൽ കാല് വെച്ച് സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥത്തിൽ ഒരു ലൈംഗിക ന്യൂനപക്ഷം അല്ല എന്നാണ് പലരുടെയും വാദം. സത്യത്തിൽ ഇത് വെറും അജ്ഞത മാത്രമാണ്. LGBT+ കൂട്ടായ്മയിലെ ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് ബൈസെക്ഷൽസ് ആണ്. പക്ഷേ അവർ നേരിടുന്ന ഒരു വേർതിരിവും വിവേചനവും കാരണം പല ബൈസെക്ഷലുകളും മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ബൈസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് സ്വർഗാനുരാഗികളായ സ്ത്രീകളെ പോലെയും സ്വർഗാനുരാഗികളായ പുരുഷന്മാരെ പോലെയും ഒരു വ്യത്യസ്തമായ ഒരു ലൈംഗിക ആഭിമുഖ്യം തന്നെയാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ലൈംഗിക ആഭിമുഖ്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ജനറ്റിക്സിൻ്റെയും ഹോർമോൺസിൻ്റെയും ഒക്കെ സ്വാധീനത്തിൽ ഏറെക്കുറെ തീരുമാനിക്കപ്പെടുന്ന ഒന്നാണ്. പിന്നീട് ആ കുഞ്ഞ് ജനിച്ചു വളരുന്ന കൾച്ചറിനും സമൂഹത്തിനുമൊക്കെ അതിലൊരു പങ്കുണ്ട്. നമ്മളുടെ ലൈംഗിക ആഭിമുഖ്യത്തിന് നമ്മൾ ജനിച്ചു വളർന്ന കൾച്ചറിനും സമൂഹത്തിനും ഒരു പങ്കുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ലൈംഗിക പ്രശ്നങ്ങൾക്കും നമ്മൾ ജനിച്ചു വളർന്ന കൾച്ചറിനും മതവിശ്വാസങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ട്. കാരണം ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയ കെട്ടുകഥകളാണ്. അപ്പം അത് പരിഹരിക്കാൻ നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിക്കുകയോ ഇഞ്ചക്ഷൻ ചെയ്യുകയോ സർജറി ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. അതിൽ നിന്ന് മുക്തമാകാൻ നിങ്ങൾക്ക് വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒട്ടുമിക്ക സ്വർഗ അനുരാഗികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ അവരുടെ ലൈംഗിക ആഭിമുഖ്യം ചെറുപ്പത്തിൽ തന്നെ സ്വയം തോന്നാറുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ബൈസെക്ഷൽസുകൾക്കും അവരുടെ ലൈംഗികാഭിമുഖ്യം ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാകാറുണ്ട്. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കൂട്ടായ്മയിലുള്ള മറ്റു വിഭാഗങ്ങൾ പലപ്പോഴും തയ്യാറാകാറില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. സോ until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.